പ്രീവിയസ് ഇയേഴ്സ് നോക്കാം മാഗ്നറ്റിൻ്റെ. ഇതിൻ്റെ ഗേറ്റിൻ്റെ മാത്രമേ ക്വസ്റ്റ്യൻസ് മിസ് കണ്ടിട്ടുള്ളൂ. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഈ ഫിഗർ തന്നിട്ട് ഇത് ഏതൊക്കെ മാഗ്നറ്റിസം ആണെന്ന് കണ്ടുപിടിക്കുക. 3 ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ആണ്. ഓപ്ഷൻ എ ഓൾറെഡി പഠിച്ചു, ആൻറ്റി ആണ്. ഇതെന്ന് പറയുന്നത് പാരയാണ്. മൂന്നാമത്തെ ഫെറോ ആണ്. അപ്പോൾ ഓപ്ഷൻ 1 ആണ് കറക്റ്റ്. കണ്ടോ, പഠിച്ചത് എന്താണോ അത് തന്നെയാണ് ചോദിച്ചേക്കുന്നത്. 2021 ചോദിച്ച ക്വസ്റ്റ്യനാണ്. കിട്ടുവാണെങ്കിൽ മാർക്ക് കിട്ടിയില്ലേ. അപ്പോൾ മെറ്റീരിയൽ 1 ഈസ് ആൻറ്റി ഫെറോ ആണ്. ടി എന്ന് പറയുന്നത് ലെസ് ദാൻ, അതായത് നീൽ ടെമ്പറേച്ചറിനെക്കാട്ടിലും ചെറുതാവുന്ന സമയത്താണ് ആൻറ്റി ഫെറോ കിട്ടുന്നത്. ടി എൻ എന്ന് വെച്ചാൽ നീൽ ടെമ്പറേച്ചർ. രണ്ടാമത്തെ പാരാമാഗ്നറ്റിക് ആണ്. മൂന്നാമത്തെ ഫെറോ ആണ്. ഫെറോയുടെ പ്രത്യേകത ടി ലെസ് ദാൻ ടി എന്ന് വെച്ചാൽ ടി ലെസ് ദാൻ ടി സി, ക്യൂരി ടെമ്പറേച്ചറിനെക്കാളും കുറവാണെങ്കിലാണ് കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യാനാണ് പറഞ്ഞേക്കണത്. ഈ ഒരു ഭാഗം എന്താണെങ്കിലും ആൻറ്റി ഫെറോ ആണെന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചു. ഇത് നേരെ വരുന്നത് ഡയാമാഗ്നറ്റിക് ആണ്. ഇത് രണ്ടുമായിരുന്നു കൺഫ്യൂഷൻ. 2ഉം 4ഉം ആയിരുന്നു കൺഫ്യൂഷൻ. 2 എന്ന് പറയുന്നത് അപ്പം സത്യം പറഞ്ഞാൽ ഇങ്ങനെ വരുമ്പോൾ ഇത് ഫെറോ ആണ് കേട്ടോ. ഇച്ചിരിയും കൂടെ വീതിയിൽ വരയ്ക്കുന്നതാണ് പാരാമാഗ്നറ്റിക്. അപ്പം 4Q 2R 1S ഇതാണ് 4th വൺ, അതായത് ഇത് 1. ഇത് ഇങ്ങനെ വരയ്ക്കുന്നത് ഫെറോ, കുറച്ചും കൂടെ നീട്ടി വരയ്ക്കുന്നത് ഫെറോ. നേരെ വരയ്ക്കുന്നത് ഡയ. ഇത് ഓൾറെഡി പഠിച്ചതാണ്. ഇത് 4ാമത്തെ പാരാമാഗ്നറ്റിക്. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻവേഴ്സ് അസസിബിലിറ്റി 1/psi ആസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. അതായത് 1/psiയുടെയും ടെമ്പറേച്ചറിൻ്റെയും ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഫോർ എ മെറ്റീരിയൽ, ഒരു മെറ്റീരിയലിൻ്റെ ആണ്. ആ മെറ്റീരിയലിൻ്റെ പ്രത്യേകത പാരാമാഗ്നറ്റിൽ നിന്ന് ഫെറോ മാഗ്നറ്റിക് ട്രാൻസിഷൻ നടത്തുവാണ്. അപ്പോൾ ശരിക്കും ഇത് ഫെറോയുടെ ഗ്രാഫാണ്. വേറെ O എന്ന് പറയുന്ന ഒറിജിനാണ്. വാല്യൂ ഓഫ് ക്യൂരി കോൺസ്റ്റൻറ്റ് സി ആൻഡ് വീസ് മോളിക്കുലർ ഫീൽഡ്, അതായത് സി ക്യൂരി കോൺസ്റ്റൻറ്റും വീസ് മോളിക്കുലർ ഫീൽഡ് കോൺസ്റ്റൻറ്റ് ലാംഡയുമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഗ്രാഫ് തരുമ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് എന്തിൻ്റെ ഗ്രാഫാണ്? ടെമ്പറേച്ചർ വേഴ്സസ് 1/psi, ടെമ്പറേച്ചർ വേഴ്സസ് സസസിബിലിറ്റി ഇൻവേഴ്സിൻ്റെ ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് എന്ന് പറയുന്നത് TC ആണ്. അപ്പോൾ എന്താണെങ്കിലും ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ക്യൂരി ടെമ്പറേച്ചർ കിട്ടിയിട്ടുണ്ട് 600 കെൽവിൻ. ഈ ഒരു ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം Y ഇൻ്റർസെപ്റ്റ് ആണ്, -y ഇൻ്റർസെപ്റ്റ്, അതായത് -yയുടെ റീജിയൻ്റെ വാല്യൂ അല്ലേ ഈ തന്നിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് 0 - y, അതായത് 0 - 2 × 10⁴ ആണ് ഈ തന്നേക്കണം. അപ്പോൾ 1/psiയുടെ വാല്യൂവും കിട്ടിയിട്ടുണ്ട്, TCയും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സിയും ലാംഡയും കണ്ടുപിടിക്കണം. അപ്പം ഒരു കാര്യം ഓർക്കണം, Y ഇൻ്റർസെപ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് 1/psi ആണ് Y ഇൻ്റർസെപ്റ്റ്. എക്സ് കിട്ടണമെങ്കിൽ ടെമ്പറേച്ചർ, എക്സ് ആക്സസിൽ ഏതെങ്കിലും വാല്യൂ എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ആണ്. M എന്ന് പറയുന്നത് സ്ലോപ്പ് 1/c, അത് ജസ്റ്റ് ഓർത്ത് വെക്കുക. ഓർക്കേണ്ട എന്താണെന്ന് വെച്ചാൽ TC ഗിവൺ ആണ്, Y ഇൻ്റർസെപ്റ്റ് തന്നിട്ടുണ്ട്. ഇനിയും T = 0 എന്ന് ഞാൻ കൊടുക്കുക. കാരണം T എന്ന് പറയുന്ന ടെമ്പറേച്ചർ എക്സ് ആക്സസിലാണ് തന്നിരിക്കുന്നത്. എക്സ് ആക്സസിൽ പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല. എക്സ് ആക്സസ് ആകെ ഒറിജിൻ മാത്രമേ ഗിവൺ ഉള്ളൂ. T 0 ആയിട്ട് കൺസിഡർ ചെയ്യുവാണ്. ഇനി എനിക്കറിയാം ഫെറോ മാഗ്നറ്റിൻ്റെ കേസിൽ സസസിബിലിറ്റി കാണാനുള്ള ഇക്വേഷൻ C/T - TC ആണ്. 1/psi തന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ 1/ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു, T - TC/C എന്ന് എടുത്തു. പറയാണ് ഫോർ അറ്റ് 0 കെൽവിൻ, അതായത് ടെമ്പറേച്ചർ 0 ആയിട്ട് കൊടുക്കുമ്പോൾ 1/psi എന്ന് പറയുന്നത് -TC/C ആണ്. അതിനകത്തുനിന്ന് C ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് C എന്ന് പറയുന്നത് T - TC/1/psi. ഇത് എഴുതി നോക്കുക കേട്ടോ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. അപ്പോൾ C എന്ന് പറയുന്നത് -TC/1/psi. -TCയുടെ വാല്യൂ അറിയാം, -600 ആണ്. 1/psi -2. അപ്പം സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ, ഫെറോ മാഗ്നറ്റിൻ്റെ കേസിൽ സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ -TC/1/psi ചെയ്താൽ മതി, അല്ലെങ്കിൽ TC × psi ചെയ്താൽ മതി. മുകളിലോട്ട് പോകുമ്പോൾ അങ്ങനെയല്ലേ. അപ്പോൾ -TC, അപ്പം ക്യൂരീസ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ -Curie ടെമ്പറേച്ചർ ബൈ 1/psi ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഇതിൽ നിന്ന് നമുക്ക് സിയുടെ ഇക്വേഷൻ കാണാനായിട്ട് അറിയാൻ പറ്റും. അടുത്തത് വേസ് മോളിക്കുലാർ കോൺസ്റ്റൻ്റ് ആണ്, അല്ലെ വേസ് ഫീൽഡ് കോൺസ്റ്റൻ്റ് ലാംഡ കണ്ടുപിടിക്കാൻ ഓൾറെഡി TC എന്ന് പറയുന്നത് ക്യൂരി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് C × ലാംഡയാണ്. അങ്ങനെയാണെങ്കിൽ ലാംഡ എന്ന് പറയുന്നത് TC/C ആണ്. TC ഓൾറെഡി 600, കാരണം ഗ്രാഫിൽ തന്നിട്ടുണ്ട് TC എന്താണെന്നുള്ളത്. C ഇപ്പോൾ കിട്ടി 3 × 10⁻², അത് ചെയ്യുമ്പോൾ 2 × 10⁴ എന്ന് കിട്ടും. അപ്പോൾ സിയുടെ വാല്യൂ 3 × 10⁻² എന്നും ലാംഡയുടെ വാല്യൂവും കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ പൊട്ടാസ്യം മെറ്റൽ. ആ പൊട്ടാസ്യം മെറ്റലിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എപ്പം കണ്ടാലും N ആണ് അതിൻ്റെ വാല്യൂ, N = ആണ് തന്നേക്കണേ.
കറസ്പോണ്ടിങ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് അറ്റ് ഫെർമി ലെവൽ. അപ്പോൾ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് അറ്റ് ഫെർമി ലെവൽ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. പോളി പരാമാഗ്നറ്റിക് സസസിബിലിറ്റി, പൊട്ടാസ്യത്തിൻ്റെ പോളി പരാമാഗ്നറ്റിക് സസസിബിലിറ്റി ആണ്, അതായത് പരാമാഗ്നറ്റിക് സസസിബിലിറ്റി സൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത് പരാമാഗ്നറ്റിക് മെറ്റീരിയലിലെ സൈ എന്ന് പറയുന്നത് C/Tc ആണെന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് പോളി പരാമാഗ്നറ്റിക് സസസിബിലിറ്റി ആണ്. അപ്പോൾ പോളി പരാമാഗ്നറ്റിക് സസസിബിലിറ്റി കണ്ടുപിടിക്കാൻ പോളി എന്ന് പറയുമ്പോൾ അത് കണ്ടുപിടിക്കേണ്ടത് ഓർത്ത് വെച്ചോണം. μ0 μb² ഇൻറ്റു ഡെൻസിറ്റി എല്ലാം തന്നിട്ടുണ്ട്. μ0 നമുക്ക് ഓൾറെഡി അറിയാം, ദാറ്റ് ഈസ് ഫ്രീ സ്പേസിലെ പെർമിബിലിറ്റി 4π ഇൻറ്റു 10⁻⁻⁷ ആണ്. μb എന്ന് പറയുന്നത് ബോർ മാഗ്നറ്റോൺ 9.27 ഇൻറ്റു 10⁻24 അതിൻ്റെ സ്ക്വയർ ഇൻറ്റു ഡെൻസിറ്റി ഗിവൺ ആണ്. ഇതെല്ലാം ചെയ്യുമ്പോൾ ഉത്തരം 6.695 ആ ഒരു റേഞ്ചിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. 4 ക്വസ്റ്റ്യൻസ് ആണുള്ളത് പ്രീവിയസ് ഇയർ ഗേറ്റിൻ്റെ 2024 വരെയുള്ളത്. 2025 ചോദിച്ചിട്ടില്ല. ഓക്കെ.